വിശ്വപ്രസിദ്ധമായ ബാഹുബലി പ്രതിമ, ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കല്ലിൽ കൊത്തിയെടുക്കപ്പെട്ട പ്രതിമ. രാജമൗലിയുടെ സിനിമാ കഥാപാത്രമായ ബാഹുബലിയുടെയും ചരിത്രത്തിലെ ബാഹുബലിയുടെയും കഥയും തമ്മിൽ എന്തെങ്കിലും സാദൃശ്യമുണ്ടോ? ചരിത്രത്തെക്കുറിച്ച് കുറച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആ കാര്യം ബോധ്യപ്പെടും. ശ്രാവണ ബലഗോള, വെളുത്ത തടാകം എന്നാണ് ബലഗോളയുടെ അർത്ഥം. ഇന്ദ്രഗിരി, ചന്ദ്രഗിരി എന്നീ രണ്ട് കുന്നുകൾക്കിടയിലാണ് ബലഗോള എന്ന കുളം സ്ഥിതി ചെയ്യുന്നത്. ശ്രാവണ ബലഗോളയിലാണ് വിശ്വപ്രസിദ്ധമായ ബാഹുബലി പ്രതിമ. ജൈനമത പ്രധാന തീർത്ഥങ്കരന്മാരിൽ ഒരാളായിരുന്ന ബാഹുബലിയും അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന മൗര്യ സാമ്രാജ്യ സ്ഥാപകൻ ചന്ദ്രഗുപ്ത മൗര്യയും ചന്ദ്രഗിരി കുന്നിൽ ധ്യാനിച്ചിരുന്നതായി ചരിത്രത്തിൽ പറയുന്നുണ്ട്. ചന്ദ്രഗിരി കുന്നിനെ കുറിച്ച് പിന്നീട് പറയുന്നുണ്ട്. ആദ്യം നമുക്ക് ഇന്ദ്രഗിരി കുന്നിലേക്ക് പോകാം. പുരാതന മതങ്ങളിൽ ഒന്നായ ജൈനമതം കിഴക്കേ ഇന്ത്യയിൽ 7-ാം നൂറ്റാണ്ടിലാണ് രൂപാന്തരം പ്രാപിച്ചത്. ജൈനമതപ്രകാരം 24 തീർത്ഥങ്കരന്മാരാണുള്ളത്. ജൈനമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ശ്രാവണ ബലഗോളയിലെ ഇന്ദ്രഗിരി കുന്നിൽ സ്ഥിതി ചെയ്യുന്ന ബാഹുബലി പ്രതിമ. കർണാടക സംസ്ഥാനത്തിൽ ഹാസൻ ജില്ലയിലെ ചന്നരായ പട്ടണത്തിനടുത്തുള്ള ഒരു നഗരമാണ് ശ്രാവണ ബലഗോള. ബാംഗ്ലൂരിൽ നിന്ന് 144 കിലോമീറ്ററും ഹാസനിൽ നിന്ന് 57 കിലോമീറ്ററും ചന്നരായ പട്ടണത്തിൽ നിന്ന് 12 കിലോമീറ്ററും ദൂരമുണ്ട്. ബാഹുബലി അഥവാ ഗോമതേശ്വര പ്രതിമ 57 അടി, അതായത് 17 മീറ്റർ ഉയരമുള്ള ബാഹുബലി പ്രതിമ ഒറ്റക്കല്ലിൽ തീർത്ത ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയാണ്. ഗംഗാ രാജവംശത്തിന്റെ മിനിസ്റ്ററും കമാൻഡറുമായിരുന്ന ചൗന്ദരായ ആണ് ഈ പ്രതിമ കമ്മീഷൻ ചെയ്തതെന്ന് വിശ്വസിക്കുന്നു. പ്രതിമയുടെ അടിത്തറയിൽ പ്രാകൃത ലിപിയായ ദേവനാഗരി ഭാഷയിൽ AD 981 എന്ന് കുറിച്ചു വെച്ചിട്ടുണ്ട്. വർഷത്തിലൊരിക്കൽ ഇവിടെ നടക്കുന്ന പ്രധാന ഉത്സവമാണ് മഹാമസ്തകാഭിഷേകം. വിശിഷ്ട വസ്തുക്കളായ വെള്ളം, പാൽ, മഞ്ഞൾ, അരിമാവ്, ചന്ദനപ്പൊടി, കുങ്കുമം, സ്വർണം, വെള്ളി തുടങ്ങി നിരവധി 16 വസ്തുക്കൾ ഉപയോഗിച്ച് ബാഹുബലി പ്രതിമയുടെ തലയിലൂടെ അഭിഷേകം നടത്തുന്ന ഉത്സവം. പാലഭിഷേകം നടത്തിയാണ് ബലഗോളയ്ക്ക് വെളുത്ത നിറം ലഭിച്ചതെന്ന് വിശ്വാസം. അതുകൊണ്ടാണ് വെളുത്ത തടാകം എന്ന പേരിൽ
ബലഗോള അറിയപ്പെടുന്നത്. ആയിരക്കണക്കിന് ഭക്തർ ഒത്തുകൂടുന്ന വിശ്വപ്രസിദ്ധമായ ഈ ചടങ്ങ് ഇനി വരുന്ന 2018 ഫെബ്രുവരി ആദ്യവാരത്തിലാണ് നടക്കാനിരിക്കുന്നത്. ഓർക്കണം, 12 വർഷത്തിലൊരിക്കൽ മാത്രമാണ് മഹാമസ്തകാഭിഷേകം നടക്കുന്നത്. ഏകദേശം 620ഓളം സ്റ്റെപ്പുകൾ കയറി വേണം ബാഹുബലി പ്രതിമയ്ക്കരികിലെത്താൻ. സ്റ്റെപ്പുകൾ കയറുന്നതിന് മുമ്പേ പാദരക്ഷകൾ സൂക്ഷിച്ചു വെക്കുന്നതിനുള്ള സ്ഥലമുണ്ട്. സന്ദർശനത്തിന് പറ്റിയ സമയം അതിരാവിലെ തന്നെയാണ്. നേരം വൈകുന്തോറും നമ്മുടെ കാൽപാദങ്ങളിൽ ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കുറച്ച് കുത്തനെയുള്ള കയറ്റമായതുകൊണ്ട് വിശ്രമിച്ച് സാവധാനം പടികൾ കയറുന്നതാണ് നല്ലത്. പ്രായമായവർക്കും അസുഖബാധിതർക്കും കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. അവർക്കു വേണ്ടി പ്രതിമയുടെ അരികിലെത്താനായുള്ള സൗകര്യമാണ് ഡോലീസ്. കുന്നിന്റെ പ്രവേശന കവാടത്തിൽ നിന്ന് തന്നെ അതിനുള്ള സൗകര്യം ലഭിക്കും. ഒരു കൊട്ടക്കസേരയിൽ 4 പേർ താങ്ങി പ്രതിമയ്ക്കരികിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരും. 800 1000 ആണ് ഡോലീസ് ഈടാക്കുന്ന ചാർജ്. കുറച്ചു പേരൊക്കെ ആ സൗകര്യം ഉപയോഗിക്കുന്നതായി എനിക്ക് കാണാൻ കഴിഞ്ഞു. ഹാസനിൽ നിന്നും ശ്രാവണ ബലഗോളയിലേക്കായി റൂമിൽ നിന്നും അതിരാവിലെ ഇറങ്ങി. കഴിഞ്ഞ ദിവസം ഞാൻ സന്ദർശിച്ചിരുന്നത് ബേലൂരിലും ഹലിബേഡിലുമായിരുന്നു. ഇന്ന് ശ്രാവണ ബലഗോളയിലേക്ക്. ഈ 3 സ്ഥലങ്ങളിലേക്കും ഒരുപോലെ തന്നെ എത്തിപ്പെടാൻ സൗകര്യമുള്ളത് കൊണ്ടാണ് താമസത്തിന് ഞാൻ ഹാസൻ തിരഞ്ഞെടുത്തത്. ഹാസനിൽ നിന്നും നേരിട്ട് ശ്രാവണ ബലഗോളയിലേക്ക് ബസ്സില്ല. ഹാസൻ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ബാംഗ്ലൂർ ബസ് കയറി ചന്നരായപട്ടണ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. അവിടെ നിന്നും ബസ്സിൽ കയറി 15 മിനിറ്റ് കൊണ്ട് ശ്രാവണ ബലഗോളയിൽ എത്തിച്ചേർന്നു. ബസ് സ്റ്റാൻഡിൽ നിന്നും നടക്കാനുള്ള ദൂരം മാത്രമേ ശ്രാവണ ബലഗോളയിലേക്ക് ഉള്ളൂ. ബാഹുബലി പ്രതിമയുടെ ജീവചരിത്രത്തെക്കുറിച്ച് ജൈനമതക്കാരുടെ ഗ്രന്ഥങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കാര്യം ഞാനൊന്ന് ചുരുക്കി പറയാം. ജൈനമതക്കാരുടെ ആദ്യ തീർത്ഥങ്കനായിരുന്ന ആദിനാഥന്റെ അഥവാ ഋഷഭയുടെ ഇളയ പുത്രനായാണ് ബാഹുബലിയുടെ ജന്മം. പറയപ്പെടുന്നത് പ്രകാരം ആദിനാഥൻ സന്യാസമാർഗം സ്വീകരിക്കുന്നതിന് മുമ്പ് തൻ്റെ മൂത്ത പുത്രനായ ഭരതന് അയോധ്യയും ഇളയപുത്രനായ ബാഹുബലിക്ക് പൗതനാപുരവുമായി തൻ്റെ രാജ്യം വിഭജിച്ചു നൽകി.
ഭരതൻ ചക്രവർത്തിയാകാൻ മോഹിച്ചു. എന്നാൽ ബാഹുബലി ഭരതന് മുന്നിൽ കീഴടങ്ങാൻ തയ്യാറായില്ല. ഭരതനെ ചക്രവർത്തിയായി അംഗീകരിച്ചതുമില്ല. അതൊരു യുദ്ധത്തിന് കാരണമായി. പക്ഷേ ഇവിടുത്തെ യുദ്ധം വളരെ വ്യത്യസ്തമായ മത്സരങ്ങളിലൂടെയായിരുന്നു. ഈ യുദ്ധത്തിൽ രക്തച്ചൊരിച്ചിൽ ഉണ്ടാവരുതെന്ന് രണ്ട് ഭാഗത്തു നിന്നും തീരുമാനമെടുത്തു. അതിന്റെ ഫലമായി 3 തരം യുദ്ധങ്ങളാണ് നടന്നത്. 1 ദൃഷ്ടിയുദ്ധ്, 2 ജലയുദ്ധ്, 3 മല്ലയുദ്ധ്. ഈ 3ലും ബാഹുബലി തന്നെ വിജയിച്ചു. യുദ്ധത്തിൽ പരാജയപ്പെട്ട ഭരതൻ തന്റെ കൈവശമുള്ള ദിവ്യമായ ചക്രായുധം ബാഹുബലിക്ക് നേരെ ഉപയോഗിച്ചുവെങ്കിലും ബാഹുബലിയിൽ അതൊരു ഉപദ്രവം ഉണ്ടാക്കാതെ അദ്ദേഹത്തിന് ചുറ്റും കറങ്ങി തിരിഞ്ഞു നിന്നു. ആ നിമിഷങ്ങളിൽ ബാഹുബലി ഭൗതിക ലോകത്തിന്റെ വ്യർത്ഥതയെക്കുറിച്ച് ചിന്താകുലനായെന്ന് പറയുന്നു. കോപം, അത്യാഗ്രഹം, അഹങ്കാരം എന്നിവയാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നിദാനമെന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷത്തിൽ സന്യാസം സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായി. തന്റെ രാജ്യവും മറ്റ് ഭൗതിക സുഖങ്ങളും ഉപേക്ഷിച്ച് ആത്മാവിന്റെ ധ്യാനത്തിനും ശുദ്ധീകരണത്തിനുമായി ധ്യാനനിരതനായി. ആഹാരവും ജലപാനവുമില്ലാതെ തുടർച്ചയായി 1 വർഷത്തോളം ഖയോട്ട് സർഗ എന്ന ധ്യാന രീതിയിൽ നിലകൊണ്ടു. ആ നിൽപ്പിലുള്ള പ്രതിമയാണ് നമ്മൾ കാണുന്നത്. ഖയോട്ട് സർഗ. വള്ളിച്ചെടികൾ സാവധാനം ശരീരത്തിലൂടെ പടർന്നു കയറി. വളരെ ശാന്തനും ഭൗതിക ലോക സുഖങ്ങൾ ഉപേക്ഷിച്ചതുമായ ജൈനമതത്തിലെ ബാഹുബലിയും രാജമൗലിയുടെ ബാഹുബലിയും തമ്മിൽ ഒരുപാട് അന്തരങ്ങളില്ലേ? ബാഹുബലി പ്രതിമയ്ക്ക് മുന്നിൽ നിന്നിരുന്ന എന്റെ നെറ്റിയിൽ പൂജാരി ചന്ദനക്കുറി വരച്ചു വന്നു. എതിർക്കാതെ അനുസരണമുള്ള ഒരു കുട്ടിയെ പോലെ നെറ്റിയിൽ കുറി വരയ്ക്കാനായി ഞാൻ നിന്നുകൊടുത്തു. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രാവണ ബൽഗോളയിലാണ്. ശ്രാവണ ബൽഗോള എന്ന് പറയുന്നത് പ്രശസ്തമായ ബാഹുബലിയുടെ സ്റ്റാച്യു ഉൾക്കൊള്ളുന്ന സ്ഥലമാണ്. ആക്ച്വലി ബാഹുബലിയുടെ സ്റ്റാച്യു എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് രാജമൗലിയുടെ ബാഹുബലിയായിരിക്കും ഓർമ്മ വരുന്നുണ്ടാവുക. സത്യത്തിൽ അതിന് ചെറിയ കടം കൊണ്ടു എന്നുള്ളതല്ലാതെ ചരിത്രവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കഥയാണ് ബാഹുബലി. അതിന് ഒരു ചെറിയൊരു സാമ്യത ഉണ്ട് എന്നുള്ളത് മാത്രമല്ലാതെ സഹോദരന്മാർ തമ്മിൽ യുദ്ധം ചെയ്യുന്നു എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അതല്ലാതെ ബാഹുബലി ശരിക്കും രാജമൗലിയുടെ ഒരു ക്രിയേഷനാണ്, സങ്കല്പങ്ങളാണ്. ബാഹുബലി പ്രതിമയുടെ കണ്ണുകൾ എന്നെ ശരിക്കും ആശ്ചര്യപ്പെടുത്തി. ഒറ്റക്കല്ലിൽ, അതും ഒന്നും കൂട്ടിച്ചേർക്കാതെ തന്നെ ആ കണ്ണുകൾ തുറന്നു വെച്ചിരിക്കുന്ന അവസ്ഥയിൽ കാണപ്പെടുന്നു. അതെങ്ങനെയായിരിക്കും ഇത്ര സർഗാത്മകമായി കൊത്തിവെച്ചിരിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടേയിരുന്നു. ബാഹുബലിയുടെ തുറന്നിരിക്കുന്ന ആ കണ്ണുകൾ മനസ്സിൽ നിന്നും മായാതെ കിടന്നു. ഇനി നമുക്ക് ചന്ദ്രഗിരിയിലേക്ക് പോകാം. ചന്ദ്രഗിരി കുന്നിന് മുകളിൽ നിന്ന് ഇന്ദ്രഗിരി കുന്നിന്റെയും ബാഹുബലി പ്രതിമയുടെയും ദൃശ്യഭംഗി വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പ്രയാസമാണ്.
ചന്ദ്രഗിരിക്കുന്നിലേക്ക് കുത്തനെയുള്ള കയറ്റമാണെങ്കിലും ഇന്ദ്രഗിരിക്കുന്നിലേക്ക് കയറുന്ന അത്ര പ്രയാസം അനുഭവപ്പെട്ടില്ല. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ ദേഹവിയോഗം ഇവിടെ വെച്ചാണ് നടന്നെന്ന് വിശ്വസിക്കപ്പെടുന്നു. ചന്ദ്രഗിരിക്കുന്നിൽ നിർമ്മിക്കപ്പെട്ട ചന്ദ്രഗുപ്ത ബസാഡി BC 3-ാം നൂറ്റാണ്ടിൽ അശോക ചക്രവർത്തി നിർമ്മിച്ചതാണെന്ന് കരുതുന്നു. ചന്ദ്രഗുപ്ത ബസാഡിക്ക് സമീപത്തു നിന്നും വിനീത് ശ്രീനിവാസന്റെ മുഖച്ഛായുള്ള ഒരു ജൈന പൂജാരിയെ ഞാൻ കണ്ടുമുട്ടി. വിമൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അല്പം ദൂരത്തു നിന്ന് കണ്ടപ്പോൾ ഞാനൊന്ന് സംശയിച്ചു. ജൈനമതത്തിൽ ബാഹുബലിയുടെ ചരിത്രം അദ്ദേഹം എനിക്ക് വിവരിച്ചു തന്നു. आदिनाथ भगवान ने ये तो भरत भगवान को और बाहुबली भगवान को ये तो दोनों को राज्य को डिवाइड करके ये तो छोड़ के राज्य ने छोड़कर आदिनाथ भगवान ने तपस करने के लिए जाते हैं. उस होने का बाद में क्या आते हैं भरतों को पूरा अखंड भारत हमारा हाथ में आने का. ये तो एक क्षेत्र एक राज्य था पौदनापुर, उसको लेने के लिए भरतों ने आदेश दिया बाहुबली को. ഇന്ദ്രഗിരിക്കുന്നിൽ നിന്നും തിരിക്കുന്നതിന് മുമ്പ് നടൻ വിനീതിന്റെ മുഖം ഇന്റർനെറ്റിൽ പരതി വിമലിന് കാണിച്ചു കൊടുത്തു. ബസദിക്ക് മുകളിൽ നിന്നും ഷൂട്ട് ചെയ്യാനുള്ള ഇടം എനിക്ക് കാണിച്ചു തന്നു. തിരക്കിനിടയിലും എനിക്ക് വേണ്ടി സമയം മാറ്റിവെച്ച് ബാഹുബലിയുടെ ചരിത്രത്തെ പറ്റി പറഞ്ഞു തന്നതിന് ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു. അവിടെ നിന്നും വിട പറഞ്ഞുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് മടങ്ങാനായി ഒരുങ്ങി.
ചന്ദ്രഗിരിക്ക് സമീപം തന്നെയാണ് ബസ് സ്റ്റാൻഡ്. ഹാസനിലെത്തി കോഴിക്കോടേക്ക് തിരിച്ചത് മൈസൂർ വഴിയായിരുന്നു. പക്ഷേ ഞാൻ ഹാസനിൽ എത്തിച്ചേർന്നത് മാംഗ്ലൂരിൽ നിന്നും ബസ് കയറിയായിരുന്നു. ചരിത്രത്തിലെ ശാന്തനും ജൈനമത സന്യാസിയുമായിരുന്ന ബാഹുബലിയെയും രാജമയുടെ യുദ്ധപ്രിയനും കമിതാവുമായിരുന്ന ബാഹുബലിയെയും പറ്റി താരതമ്യം ചെയ്തുകൊണ്ട് ഞാനെൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു.